എന്റെ സ്ഥലം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപോ? സ്ഥലം ട്രിവാൻഡ്രം ആണ്. മോന്റെ പേരെന്താ? അദീൽ അഹമ്മദ്. നിങ്ങൾ എന്താ ചെയ്യുന്ന? ഞാന് അല്ല എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഇവിടെ അഷ്ഫാഖിനെ കോണ്ടാക്ട് ചെയ്ത് അഷ്ഫാഖ് അസ്ഫാഖ് കൊണ്ടുവന്ന ആദ്യത്തെ ഗസ്റ്റ്. ഞാൻ അസ്ഫാഖിനോട് എന്താ പറഞ്ഞറിയോ ഗൈസ്? അസ്ഫാഖിനോട് ഞാൻ ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോ ആരെങ്കിലും സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ അതായത് ടാലന്റ് ഉള്ള പാട്ടാടാനോ ഡാൻസ് ചെയ്യാനുള്ള കഴിവുള്ളവരെ കൊണ്ടുവരാനോ പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഇതൊരു ബിഗ് ഡബ്ല്യു. എല്ലാരും ഒരു ഡബ്ല്യു അസ്ഫാഖ് ഇട്ട് കൊടുത്ത എല്ലാരും കമാൺ. എന്നിട്ട് എങ്ങനെ വന്നു നിങ്ങള്? ഇരുന്നോ? ലൈവില് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. എന്നിട്ട് ആണോ യൂട്യൂബറാ? എന്താ യൂട്യൂബ് ചാനലിന്റെ പേര്? ആണോ? എന്താ യൂട്യൂബ് ചാനൽ എന്താ ചെയ്യുന്നത്? ഗെയിമിംഗ് ആണോ? പിന്നെ എന്റെ സപ്പോർട്ടോടുകൂടെ കുറെ വീഡിയോസ് ആണോ? എന്നിട്ട് അല്ല അപ്പൊ ലക്ഷദ്വീപിന്ന് ഇവിടെ നിങ്ങൾ സെറ്റിലായോ? ഞാന് കല്യാണം കഴിച്ച ട്രിവാൻഡ്രത്ത് വൈഫിന്റെ വീട് ഭീമാവള്ളിയാണ്. നമ്മൾ താമസം ചെയ്തില്ല. നമ്മള് പോയില്ല ഭീമാവള്ളി. ചാനല് ഇതെന്ത് വീഡിയോസ് ഇടുന്നത്? വെറുതെ അവിടെ ഇവിടെയൊക്കെ പോണത് കുറേശ്ശെ വീഡിയോസ് എടുത്ത് ഞാൻ നിഹാദിക്കാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തു. എത്ര വയസ്സായി മോന്? 17. ഡിസംബർ 6 18 ഓ ഈ ഡിസംബറില്. ഓ ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെന്താ വിശേഷം? സുഖം. എടാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ആ ചാനലിന്റെ പേരെന്താ? ഗൈസ് ചെക്കന്റെ ചാനൽ എല്ലാരും സപ്പോർട്ട് ചെയ്താ. കമോൺ ഗൈസ്. ആദി എന്തായിരുന്നു ഒന്നുകൂടി പറ. AADI The Brave Boy. ഇതല്ലേ? ഓക്കെ ഗൈസ് എവരിബഡി നിക്ക് ഞാനൊന്ന് ചാനലിന്റെ ലിങ്ക് എടാ കുടിക്കാണ്. നിങ്ങൾ എന്താ ജോലി എന്താ പറഞ്ഞേ? ഞാന് ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ എവിടെയാണോ? ഇവിടെ കൊച്ചിയിലാണ് നമ്മുടെ റീജിയണൽ ഓഫീസ്. ഞാനിപ്പോ മോന്റെ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തിരിച്ച് നമ്മൾ ലാസ്റ്റ് ഡിസംബറാ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പൊ തിരിച്ചിനി ഇപ്പൊ നാളെ തൊട്ട് ട്രിവാൻഡ്രത്താണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മള് പോകുന്നു. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ ചോദിച്ചു. എന്തായാലും നന്നായി. ഗൈസ് എല്ലാരും ഗൈസ് ചെക്കന്റെ ചാനൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇന്നൊരു ഡബ്ല്യു ഗസ്റ്റായി ഗസ്റ്റായി. കാര്യം പറയാലോ. അവന്റെ ടാലന്റ് എന്താണെന്നറിയോ? എന്താ ടാലന്റ്? നോർമലി എല്ലാവരും പാട്ട് പാടും. പാട്ടുകാരാരാന്നറിയും. പാട്ട് എഴുതിയതാരാന്ന് ചോദിച്ചാൽ പറഞ്ഞു പാട്ട് പറഞ്ഞാൽ ആണോ? ഇലകൊഴിയെ എഴുതിയതാരാ? അല്ല നിക്ക് ഇലകൊഴിയ എന്ന് പറഞ്ഞ സോങ് എഴുതിയതാരാ? തലവര എന്നുള്ള സിനിമയില്. ഇന്ത്യ. ഓക്കെ. മാന്ത് എന്ന് പറഞ്ഞൊരു സോങ് ഇല്ലേ? അല്ല ഇത് ആ സോങ്ങിന്റെ പേര് അതല്ലാന്നല്ലേ? ആ സോങ്ങിന്റെ വരിയാണ് ഏത്? വേറെ ചോദിക്കും. ഏത്? റബ്നെ വരാതി ജോഡി. റൂപ്കുമാർ റാത്തോഡ്. അടിപൊളി. സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും. ഹലോ ചെക്ക് ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്ത. ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ ചോക്ലേറ്റ്സ് മാത്രമേ ഉണ്ട്. ഗിഫ്റ്റ് ഒന്നും മേടിച്ചു വെച്ചില്ലടാ. ഞാൻ ഗസ്റ്റുകൾ വരുന്ന കാര്യേ ഞാൻ വിട്ടുടാ. ഗിഫ്റ്റ് നിന്റെ പാഷൻ എന്താ ഇഷ്ടം? വേറെ ഇങ്ങനെ നമുക്ക് ഓരോ ഇതുണ്ടാവില്ലേ? ക്രേസ് ഉണ്ടാവില്ലേ? കാർസ് അല്ലെങ്കിൽ ഗെയിം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഫുട്ബോൾ പ്ലേയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഫുട്ബോൾ പ്ലേയേഴ്സ് ഇഷ്ടമാണോ? പിന്നെ കാറൊക്കെ എനിക്ക് കാർ ഇഷ്ടോ? കാറിന്റെ അതുവാണോ? കാറിന്റെ പടം കണ്ടാ എനിക്ക്
അത് ഏത് കമ്പനി ഇതാണ്? ഇതേതാ കാറ്? അല്ല നിക്ക് അതേതാ കാറ്? നിക്ക് ഇതിന്റെ പേര് പറ. അറിയില്ല. പെട്ടെന്ന് പറ. അത് വേണോ? അത് ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടോ? നോക്ക്, അത് ഇഷ്ടപ്പെട്ടോ? പോർഷെ ഇഷ്ടമാണോ? എന്നാ അതെടുക്കാം. എനിക്ക് സൂപ്പർ കാർസ് ഒക്കെ ഇഷ്ടമാണ്. സൂപ്പർ കാർസ് എല്ലാം ഇഷ്ടമാണ്. ഇല്ല കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആണ്. ഞാൻ ഒന്നും വാങ്ങിയില്ല. പറ്റുന്നില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, എടുത്തോ. ഞാൻ വേറെ വാങ്ങില്ല. അടി ഒന്ന് തുടച്ചേ. ഇത് കൊറേ കാലം ഇതിന്റെ മുകളിൽ തൂക്കിയിട്ടിട്ട് പൊടി വന്ന് ഇത് പിടിച്ചേ തുടക്കണം. നിങ്ങള് കാറിലല്ലേ വന്നേ? അടി ഇതൊന്ന് കാറിലേക്ക് വെച്ചു കൊടുക്ക. എന്നിട്ട് എന്തെല്ലാം കഥ? എന്താ പേര് പറഞ്ഞ? അദീലല്ലേ? അപ്പൊ എങ്ങനെ പഠിത്തല്ല എങ്ങനെ? എങ്ങനെ വീട്ടിലിരുന്നല്ലേ? ഹോം സ്കൂള്? യൂട്യൂബില് ക്ലാസ് കാണും, ഓൺലൈൻ ക്ലാസ്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. അവൻ ട്രിവാൻഡ്രത്തെ ഒരു സ്കൂളിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റഡീസ്. 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തന്നെയാണ്. അവനെ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ലായിരുന്നു. അവിടുത്തെ RKD. നീ അപ്പൊ എന്റെ ലൈവ് കാണോ? ഞാൻ എപ്പോഴും കാണോ? എപ്പോഴും ഇല്ല. അല്ല, ഇത് ശരിക്കും ഇവനിപ്പോ ഇങ്ങോട്ട് വന്നത് ഇവന്റെ ആഗ്രഹമായിരുന്നു അല്ല നിങ്ങളെ ആഗ്രഹമായിരുന്നു? അപ്പൊ നീ ലൈവ് കാണോ? എപ്പോഴും കാണോ? രാവിലെ പോയാൽ രാത്രി വരും. അപ്പൊ ഇവൻ നിങ്ങളോട് ആഗ്രഹം പറഞ്ഞോ? കൊറേ ആയിട്ട് നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആണോ? അപ്പൊ എങ്ങനെ എന്റെ ലൈവ് എങ്ങനെ കണ്ടു? ആര് പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞു തരണോ? അപ്പൊ യൂട്യൂബ് എപ്പോഴും നോക്കും? യൂട്യൂബ് എപ്പോഴും. അപ്പൊ യൂട്യൂബ് ഇങ്ങനെ ചുമ്മാ നോക്കുമ്പോ കണ്ടായിരിക്കും. പാട്ടിന്റെ കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. എല്ലാം യൂട്യൂബിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ. ഞാൻ തബ്ദീന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഡബ്സിന്റെ ഒരു പാട്ട് പാടണം.